ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചന പഠന കളരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കരുതലിനായും വഴി നടത്തിപ്പിനുമായും ദൈവമേ നന്ദി പറയുന്നു. സംഭവബഹുലമായ ലോകത്ത് ഒരു ദിവസം കൂടെ പിന്നിടുവാൻ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ, നിന്റെ വചനത്തിൽ അടിയുറച്ച് ജീവിപ്പാൻ തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. വചനം ഞങ്ങളുടെ ആത്മാവിന്റെ ദാഹത്തെ തീർക്കുന്ന ഒന്നാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങൾ പഠനത്തിലൂടെ ഇവിടെ അച്ഛനിലൂടെ കേൾക്കുന്ന വചനം ദൈവമേ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വളരെയധികം ശക്തിയായി ഞങ്ങളെ വഴി നടത്തുന്ന വചനമാക്കി തീർക്കണമേ. വചന കേൾവി വെറും കേൾവിയായി പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, താല്പര്യത്തോടെ ഈ വചന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന ഈ ഇടവക ജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടിവരവും ഞങ്ങളുടെ ഗീതവും ഞങ്ങളുടെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ ഒരു പഴയ മാരാമൺ കൺവെൻഷൻ ഗീതം പാടി നമുക്ക് ആരംഭിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും എന്റെ കൃപ നിനക്കു മതി. കർത്താവിൻ തിരുവചനം എന്റെ കൃപ നിനക്കു മതി. കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. തളർന്നു
കൃപയാൽ അനുദിനവും വാഴ്ത്തിടുമേ ജീവകാലം എന്നേശുനായകനേ. ജീവകാലം എന്നേശുനായകനേ. പ്രതികൂലമേറും ജീവിതമരുൾ പുലർത്തുന്നെന്നാഥൻ ജയകരമായി. പ്രതികൂലമേറും ജീവിതമരുൾ പുലർത്തുന്നെന്നാഥൻ ജയകരമായി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. Book of Genesis, chapter 20, verses 1 to 18. Genesis, chapter 20. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന്റെ അടിസ്ഥാനം. ഈ വേദഭാഗത്ത് പ്രധാനമായും അബ്രഹാം വീണ്ടും ഒരു കള്ളം പറയുന്നതാണ് പ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ പഠനത്തിന്റെ ടൈറ്റിൽ സിൻ കനോട്ട് ഓവർകം ഗോഡ്സ് ഗ്രേസ്. സിൻ കനോട്ട് ഓവർകം ഗോഡ്സ് ഗ്രേസ്. മനുഷ്യന്റെ പാപത്തിന് ഒരിക്കലും ദൈവകൃപയെ മറികടക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ പാപത്തിന് ഒരിക്കലും ദൈവകൃപയെ മറികടക്കുവാൻ സാധിക്കുകയില്ല. It is never pleasant to see failure in the life of one of God's children. ദൈവ മക്കളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകുന്നത് കാണുന്നത് ഒരിക്കലും അത്ര സുഖകരമായ സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. But I am thankful that God did not sweep Abraham's sin under the rug. I am grateful that he saw fit to struggle with sin. He saw fit to record the event in the pages of scripture. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെന്നും അബ്രഹാമിനോട് ദൈവത്തിന് വലിയ ഇഷ്ടമാണെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ അപ്രകാരം ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്താലോ അത് വളരെ അസുഖകരമായ ഒരു അനുഭവം ആയിരിക്കും. എന്നാൽ വേദപുസ്തകത്തിൽ അബ്രഹാമിന്റെ പാപത്തെ എല്ലാം മറന്നു കളഞ്ഞിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ മാത്രം ചേർത്ത് ഉൽപ്പത്തി പുസ്തകം എഴുതാമായിരുന്നു. എന്നാൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ളത് ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം അബ്രഹാമിന്റെ ജീവിതത്തിലെ വീഴ്ചകൾ, പാപങ്ങൾ, പരാജയങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അത് പഠിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിനും ഇടയാകുന്നത്. അതുകൊണ്ട് വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ഗോഡ്. ദൈവവചനം മനുഷ്യന്റെ വിജയ കഥകൾ മാത്രം പറയുന്ന പുസ്തകമല്ല, മനുഷ്യന്റെ പരാജയങ്ങൾ പറയുന്ന പുസ്തകം കൂടെയാണ് വേദപുസ്തകം. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ജീവിതത്തെ കുറിച്ച് ഉണ്ടാകുന്നത്. ലൈക്ക് ഏബ്രഹാം, I am struggling with sin. അബ്രഹാമിനെ പോലെ നിങ്ങളോട് പറയുന്ന ഞാനും പാപവുമായുള്ള മൽപ്പിടുത്തത്തിലാണ് ഓരോ ദിവസവും.
Every day I struggle with sin. പാപത്തോടുള്ള മൽപ്പിടുത്തത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ജീവിക്കും. I struggle with the same sins over and over, as I am sure you do too. ഞാൻ മാത്രമല്ല, എന്നെ ശ്രദ്ധിക്കുന്നവരും ഈ പാപത്തിൽ പെട്ട് ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. So what we need in the midst of our struggle is some encouragement. ഈ പാപത്തോടുള്ള പോരാട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത് ചില പ്രോത്സാഹനങ്ങളാണ്. Some encouragement. What we need is the blessed assurance that we have hope in the midst of our failures. എന്താണ് നമുക്ക് വേണ്ടിയത്? ചില എൻകറേജ്മെന്റ്സ്, ചില പ്രോത്സാഹനങ്ങൾ. അതുപോലെ സം അഷ്വറൻസസ്. എന്താ? ചില വാഗ്ദാനങ്ങൾ. അതെന്താണ്? We have hope even in the midst of our failures. നമ്മുടെ പരാജയങ്ങളുടെ നടുവിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. This chapter offers that hope to our hearts. ഈ ഒരു അധ്യായം നമുക്കൊക്കെ വളരെ വളരെ പ്രതീക്ഷ തരുന്ന ഒരു അധ്യായമാണ്. Genesis chapter 20. It may seem like a passage of darkness, gloom and failure, but in reality it is a passage filled with hope and help for you and me. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു മനുഷ്യന്റെ പോരായ്മകളെ കുറിച്ച് വിവരിക്കുന്ന ഒരു അധ്യായമാണിത്. ശരിയാണ്. എന്നാൽ ഈ അധ്യായം പാപത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു അധ്യായമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ സന്ധ്യയിൽ ഈ അധ്യായത്തെ 4 ഭാഗങ്ങളായി തിരിച്ച് പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, ഒന്നാമത്തെ പോയിന്റ്, sin doesn't have an expiration date. Sin doesn't have an expiration or expiry date. പാപത്തിന് കാലാവധി നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പാപത്തിന്റെ കാലാവധി തീരുന്നില്ല. നമ്മളിപ്പോൾ കടകളിലൊക്കെ ചെന്ന് പാക്കറ്റ് ഫുഡൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മറിച്ചു നോക്കും, എവിടെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതിയിരിക്കുന്നത്. അത് തെളിഞ്ഞു കാണുന്നില്ലെങ്കിൽ നമ്മൾ കട ഉടമസ്ഥനോട് ചോദിക്കും, ഇതിന് ഡേറ്റ് ഒന്നും ഇല്ലയോ? ഡേറ്റ് ഇടാതെ ഇരിക്കുന്നത് ഒരു തെറ്റാണ്, ഇറ്റ്സ് എ ക്രൈം. എന്നാൽ പാപത്തിന് നമുക്കൊരു എക്സ്പയറി ഡേറ്റ് കൊടുക്കാനൊക്കത്തില്ല. 2021 ഡിസംബർ 31 പാപമെല്ലാം തീരും. അങ്ങനെ നമുക്കൊരു എക്സ്പയറേഷൻ ഡേറ്റ് കൊടുക്കാനൊക്കുകയാണ്. റിമെമ്പർ ദാറ്റ് Abraham is 100 years old when this event occurs. ഈ സംഭവം നടക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സ് പ്രായമുണ്ട്. When he did the same thing in Genesis chapter 12, he was just beginning his walk with the Lord. Here, he should be at the height of his maturity as a believer. Notice also that this is a sin he has carried with him for many decades. അബ്രഹാമിന് ഇപ്പോൾ 100 വയസ്സ്. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവൻ ഇതിനേക്കാൾ ഒരുപാട് പ്രായം കുറവാണ്. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്ന 12-ാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം ഇതേ കുറ്റം, ഇതേ പാപം ചെയ്യുന്നതായി നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ പതിറ്റാണ്ടുകളായി അബ്രഹാം ഈ പാപം ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. This is a sin he has carried with him for many decades. 13-ാമത്തെ വാക്യത്തിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കും. For us, the point
is clear. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം വളരെ വ്യക്തമാണ്. There will never be a time when we will be beyond falling. There will never be a time when we will be beyond falling. ഇനി നമ്മൾ ഒരിക്കലും വീഴത്തില്ല എന്ന് പറയുന്ന ഒരു പ്രായം നമുക്ക് ഒരിക്കലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും വീഴ്ച സംഭവിക്കാം. ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവവിളി കേട്ട് ഇറങ്ങിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും പാപം ചെയ്യാനും പാപത്തിൽ വീഴാനുമുള്ള സാധ്യത എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നാം മറക്കരുത്. Therefore, we need to avoid some of the mistakes that Abraham made. അതുകൊണ്ട് അബ്രഹാം ചെയ്ത ചില തെറ്റുകൾ നമ്മൾ ചെയ്യാതെ ഇരിക്കാൻ മനഃപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിന് സഹായകരമായ 2-3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. Never stop trusting God to take care of you. Never stop trusting God to take care of you. ഒരിക്കലും ദൈവത്തിലുള്ള ആശ കൈവിടരുത്. ദൈവത്തോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, God, you take care of me. നീ എന്നെ കാത്തുകൊള്ളണം. ദൈവം നമ്മളെ കാത്തുകൊള്ളുവാൻ മതിയായവനാണെന്നുള്ള ട്രസ്റ്റ്, ആശ്രയ മനോഭാവം നമ്മൾ ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ എത്ര വർഷം മുൻപിട്ടാലും വിട്ടുകളയരുത് എന്നാണ് പറയുന്നത്. Why was Abraham there in the first place? In Genesis chapter 12, he went because of a famine, not believing that God would take care of him. എന്തുകൊണ്ടാണ് അന്ന് ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി അവൻ പോയത്? ക്ഷാമം വന്നപ്പോൾ അബ്രഹാം വിചാരിച്ചു ദൈവം അവനെ കരുതുകയില്ല. God will not take care of him. This time we are not told why he went. ഈ 20-ാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് അവൻ തെക്കേ ദേശത്ത് പുറപ്പെട്ട് ഗരാറിൽ ചെന്ന് പാർത്തത് എന്ന റീസൺ പറഞ്ഞിട്ടില്ല. We are not told why he went. But my opinion is that he was getting away from Sodom and Gomorrah. ദൈവം സോതോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് അബ്രഹാം ഓടി ഗരാറിൽ വന്നതാകാൻ സാധ്യതയുണ്ട്. He probably thought that all the area would be burned up. When we come to the place where we no longer trust the Lord to meet our needs and to get us through the trials of life, we are headed for disaster. ഇത് അബ്രഹാമിന്റെ മാത്രം ജീവിതത്തിലും അല്ല, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. എന്ത്? നമ്മൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളിൽ നിന്ന് ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നിയാൽ ഞാനും നിങ്ങളും അബ്രഹാം ചെയ്തതുപോലെ അപകടം പിടിച്ച ഇടങ്ങളിലൊക്കെ ചെന്നുപെടും. അത് വളരെ ഡിസാസ്ട്രസ് ആയിരിക്കും. അതൊരു ദുരന്ത പര്യവസായി ആയിരിക്കും എന്ന് നാം മറക്കരുത്. നെവർ സ്റ്റോപ്പ് ട്രസ്റ്റിംഗ് ഗോഡ് ടു ടേക്ക് കെയർ ഓഫ് യു. നാം ഏത് അനുഭവത്തിൽ കൂടെ പോയാലും ദൈവം നമ്മളെ സംരക്ഷിക്കുവാൻ മതിയായവനാണെന്നുള്ള ആശ്രയ മനോഭാവം വിട്ടുകളയരുത്. നെക്സ്റ്റ്, നെവർ പുട്ട് യുവർസെൽഫ് ഇൻ ദ പ്ലേസ് ഓഫ് ടെംപ്റ്റേഷൻ. ഒരിക്കലും നിങ്ങളെ തന്നെ പാപം ചെയ്യാൻ
സാധ്യതയുള്ള ഇടങ്ങളിൽ ആക്കരുത്. അവിടുന്ന് ഒഴിഞ്ഞു മാറിക്കോണം. നെവർ പുട്ട് യുവർ സെൽഫ് ഇൻ ദ പ്ലേസ് ഓഫ് ടെംപ്റ്റേഷൻ. Abraham had a fear that some man would kill him so that he could have Sarah. അബ്രഹാം വിചാരിച്ചു ആരെങ്കിലും സാറായിയെ കൊന്നിട്ട് അബ്രഹാമിനെ കൊന്നിട്ട് സാറായിയെ സ്വന്തമാക്കും. When he felt this fear, he was inclined to lie to save his life, not believing that God would be able to take care of him. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? അവന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതായി നമ്മൾ കാണുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്, നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് നമ്മൾ തക്ക സമയത്ത് ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടാണ്. തീർച്ചയായും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഡിസേൺമെന്റ്, വിവേചന ശക്തി നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ നമ്മളെ പാപം ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ബുദ്ധി മാത്രമല്ല, ദൈവത്തിന്റെ കൃപയും കൂടെയാണ്. Only a fool subjects himself or herself into temptations and believes that he will walk away unharmed. ഒരു വിഡ്ഢിയായ മനുഷ്യൻ മാത്രമേ പാപത്തിനകത്തേക്ക് നടന്നു കയറിയിട്ട് പാപമില്ലാതെ തിരിച്ചു വരാം എന്ന് വിശ്വസിക്കുകയുള്ളൂ. If you know that you have a problem in that area, you are foolish to place yourself in a position to be tempted. പാപം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അവിടുന്ന് ഒഴിഞ്ഞു മാറിക്കോണം. ചില ആളുകൾ പറയും കുടിക്കുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കും, പക്ഷെ ഞാൻ കുടിക്കുകയില്ല. ചില ആളുകൾ ഗാംബ്ലിംഗ് നടത്തുമ്പോൾ അവിടെ പോയി കാണാൻ നിൽക്കും. അത് പറയും ഞാനിത് കാണത്തേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തു. അങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഒരു ദിവസം അവിടെ ഒന്ന് ഇരിക്കാൻ തോന്നും, പിന്നെ അവരുടെ കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ തോന്നും. ഇങ്ങനെയാണ് പാപം നമ്മളെ കടന്ന് പിടിക്കുന്നത്. When temptation comes, you and I need to be like Joseph. പരീക്ഷകൾ വരുമ്പോൾ you and I need to be like Joseph. നമ്മൾ യോസഫിനെ പോലെ ആയിരിക്കണം. റൺ. അവൻ എന്ത് ചെയ്തു? He ran away from it. Genesis chapter 39. അവൻ അവിടെ നിന്ന് ഒളിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ never stop trusting God to take care of you. രണ്ട്, never put yourself in the place of temptation. പരീക്ഷകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. മൂന്ന്, we must never let down our guard. GUARD. We must never let down our guard. Guard means ജാഗ്രത. ഒരിക്കലും നമ്മൾ ജാഗ്രത കൈവിടരുത്. May we never come to think that we have arrived at a place where we cannot sin. വിശ്വാസ ജീവിതത്തിൽ കുറെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു തോന്നൽ വരാം, ഇനിയും പാപമൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ പോകുന്നില്ല, ഇനി പാപമൊന്നും ഞാൻ ചെയ്യത്തില്ല. May we never come to think that we have arrived at a place where we cannot sin, or where we are free from the
temptation to commit a particular sin. ഇവിടെ ഞാൻ ഒരിക്കലും പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കാനും പാടില്ല. As sure as you let down your guard, you are headed for trouble. നമ്മൾ എപ്പോൾ ജാഗ്രത കൈവെടിയുന്നുവോ അവിടെ നമ്മൾ പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടും. As long as you and I live in this flesh, we will never be safe. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? Never let down our guard. ഒരിക്കലും ജാഗ്രത കൈവിടരുത്. God is faithful to his promises even when we are faithless. God is faithful to his promises even when we are faithless. അതുകൊണ്ടാണ് 2 Timothy chapter 2 verse 13. 2 തിമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ലല്ലോ. If we are faithless, he remains faithful, for he cannot deny himself. ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ട്, sin cannot overcome God's grace. പാപത്തിന് ദൈവകൃപയെ മറികടക്കാൻ ആവില്ല. Even though Abraham is clearly out of God's will at this time in his life, he is still enjoying God's blessings. Even though Abraham out of God's will at this time, he is still enjoying Lord's blessings. Abraham ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ഇപ്പോൾ വെളിയിലാണ്. ദൈവത്തിന്റെ ആഗ്രഹത്തിന് വെളിയിലാണ് ഇപ്പോൾ അബ്രഹാം പോയത്. എന്നിട്ടും അബ്രഹാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. That may mess up our theology, but it is still true. ഇത് നമ്മുടെ ചിന്തകളെ ചിലപ്പോൾ കുഴപ്പത്തിലായി. എന്നാൽ ഇത് സത്യമാണ്. You see, even Abraham is in a place of his own choosing and is not doing what God asked him to do. He is still being blessed by the Lord. അബ്രഹാം ഇപ്പോൾ ദൈവം പറഞ്ഞ സ്ഥലത്തല്ല നിൽക്കുന്നത്. ദൈവം പറയാത്ത സ്ഥലത്താണ് അബ്രഹാം ഇപ്പോൾ നിൽക്കുന്നത്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതാണ് അബ്രഹാം ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ടും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് കാക്കുന്നു. Notice the blessings that came his way. 20-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി അബ്രഹാം പോയിട്ടും അവന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഒന്ന് നോക്കിക്കേ. God forgave him of his sins. 17-ാം വാക്യം, verse 17. God forgave him of his sins. ദൈവം അവന്റെ പാപങ്ങളെ ക്ഷമിച്ചു. He protected him from harm. Verses 2 to 9 and 18. അവനെ അപകടത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. Verses 14 to 16, 14 മുതൽ 16 വരെ. God blessed Abraham financially. ഇവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിന് ധാരാളം സമ്പത്ത് ഉണ്ടായതായിട്ടാണ് പറയുന്നത്.
verse 17, 17ാം വാക്യം. God used Abraham for his glory. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി സഞ്ചരിച്ച അബ്രഹാമിനെ പാപങ്ങൾ ക്ഷമിച്ചു, അപകടത്തിൽ നിന്ന് സംരക്ഷിച്ചു, കുടുംബത്തെ സാമ്പത്തികമായി അനുഗ്രഹിച്ചു, ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്തല്ലേ? ദൈവം പറയാത്ത ഇടങ്ങളിലല്ലേ നമ്മൾ പോകുന്നത്? ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിലല്ലേ നമ്മൾ ഇടപെടുന്നത്? എന്നിട്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം. Sin cannot overcome God's grace. പാപത്തിന് ദൈവകൃപയെ മറികടക്കുവാൻ സാധിക്കുകയില്ല. What does this teach us? ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? Simply the truth that who we are in Jesus cannot be invalidated by our sin. Who we are in Jesus cannot be invalidated by our sins. നാം ക്രിസ്തുവിൽ ആരാണെന്നുള്ളത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് നമ്മളെ ബലഹീനതപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം പാപത്തിന് നമ്മളെ അതിൽ നിന്ന് വേർപെടുത്തുവാൻ സാധിക്കത്തില്ല. It cannot be invalidated by our sin. We all know that God chastens his children. ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. Hebrews 12:6-12. എബ്രായ ലേഖനം 12-ാം അധ്യായം 6 മുതൽ 12 വരെ. However, how many of us could testify to the truth that there have been times when we were miles and miles away from the Lord and he still blessed our lives? നമ്മൾ ദൈവത്തിൽ നിന്നും അനേകം മൈലുകൾ അകന്നു പോയപ്പോഴും നമ്മെ അനുഗ്രഹിച്ച ഒരു ദൈവത്തെയാണ് നമുക്കും കാണാനായിട്ട് സാധിക്കുന്നത്. What is this? ഇതെന്താണ്? Nothing less than God's grace. എന്താണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും നാം ദൈവത്തോട് പാപം ചെയ്തിട്ടും ദൈവ വഴികൾ വിട്ടു മാറിപ്പോയിട്ടും അവൻ നമ്മെ അനുഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? What is this? Nothing less than God's grace. This just serves to remind us that God deals with us on the basis of who we are, rather than on the basis of what we do. God deals with us on the basis of who we are, rather than on the basis of what we do. ദൈവം നമ്മളോട് ഇടപെടുന്നത് നാം ആരാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്, നാം എന്ത് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിലല്ല. Remember, please don't misunderstand. തെറ്റിദ്ധരിക്കരുത്. This does not give us a license to do sin. ദൈവം നമ്മളോട് ഇടപെടുന്നത് നാം ആരാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്, നാം എന്ത് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിലല്ല. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല
ഈ പറഞ്ഞ വാക്ക്. Thank God, even our sin is unable to separate us from the love we have in Jesus Christ. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം, അതിൽ നിന്ന് നമ്മുടെ പാപത്തിന് പോലും നമ്മളെ വേർപിരിക്കാൻ സാധിക്കും. റോമൻസ് 8:38 and 39. റോമാലേഖനം 8-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങൾ. For I am convinced that neither death nor life, nor angels, nor rulers, nor things present, nor things to come, nor powers, nor height, nor depth, nor anything else in all creation will be able to separate us from the love of God in Christ Jesus our Lord. എന്താ പൗലോസ് പറയുന്നത്? റോമാലേഖനം 8-ാം അധ്യായം 38-ഉം 39-ഉം. അവൻ പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ സാധിക്കും. This is grace. Sin cannot overcome God's grace. അബ്രഹാം ദൈവത്തിന്റെ ഫ്രെയിമിൽ നിന്ന് പുറത്തുപോയി. ദൈവം പറയാത്തത് ചെയ്തു, ദൈവം പറയാത്തിടത്ത് പോയി. Yet he blessed Abraham. ചിന്തിച്ചു നോക്കിക്കേ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളെ, എത്രയോ പ്രാവശ്യം we crossed the boundaries, we sinned against him, knowingly or unknowingly. എത്രയോ പ്രാവശ്യം നിൽക്കരുതാത്തിടത്ത് നിന്നു, പറയരുതാത്തത് പറഞ്ഞു, ചെയ്യരുതാത്തത് ചെയ്തു. Yet he loved us, he blessed us. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അവൻ അനുഗ്രഹിച്ചു. മറന്നു പോകരുത്, sin cannot overcome God's grace. ഇന്ന് നാം ജീവനോടെ ഇരിക്കുന്നത്, നാം ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് ദൈവം നമ്മുടെ കുറവുകൾ ഓർക്കാതെ നാം ആരാണെന്ന് മനസ്സിലാക്കി നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ചെയ്ത പ്രവർത്തികളല്ല, മറിച്ച് ഞാനും നിങ്ങളും ആരാണ് എന്നവൻ മനസ്സിലാക്കി നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, ദൈവകൃപയെ ഓർത്ത് വിനയപ്പെടാനുള്ള അവസരമാണ്. അബ്രഹാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടും ദൈവം അവനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ദൈവത്തിന് തന്റെ സ്വഭാവം മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ കണ്ടല്ലോ. God cannot change. ദൈവം വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. മൂന്നാമത്തെ ഭാഗം, sin cannot derail God's plan. Derail എന്ന വാക്കിന്റെ മലയാള അർത്ഥം പാളം തെറ്റുക എന്നാണ്. ഡീറെയിൽമെന്റ് നമ്മൾ വായിക്കാറുണ്ട്, ട്രെയിനുകൾ പാളം തെറ്റി. അപ്പോൾ sin cannot derail God's plan. പാപത്തിന് ദൈവിക പദ്ധതിയെ പാളം തെറ്റിക്കാനാവില്ല. മനുഷ്യന്റെ പാപത്തിന് ദൈവത്തിന്റെ പദ്ധതിയെ പാളം തെറ്റിക്കാനാവുകയില്ല. Human sin cannot derail
God's plan. When Abraham left the promised land to enter Gerar, he placed the plan of God in danger. Abraham വാഗ്ദത്ത നാട് വിട്ട് ഗരാറിൽ വന്ന് പാർക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ പദ്ധതിയുടെ വെളിയിലായി. You see, God had promised to send the promised seed within a year. Abraham showed very, very poor judgment. 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. എന്താണ് കണ്ടത്? ദൈവം വീണ്ടും അബ്രഹാമിനോട് പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ നിനക്ക് ഞാനൊരു സന്തതിയെ തരും. ദൂതന്മാർ വന്ന് അവനോട് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ അബ്രഹാമിന് സാധിച്ചില്ല. ശ്രദ്ധിക്കുക, if Abimelech had been allowed to sleep with Sarah, it could have short-circuited God's plan. If Abimelech had been allowed to sleep with Sarah, it could have short-circuited God's plan. സാറയോടുകൂടെ ശയിക്കുവാൻ അബീമേലേക്ക് തുനിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്തായി തീരുമായിരുന്നു? അബ്രഹാമിൽ സാറയ്ക്ക് ഒരു സന്തതി ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞ സ്ഥാനത്ത് അബീമേലേക്കിൽ സാറയ്ക്ക് ഒരു സന്തതി ഉണ്ടാകുമായിരുന്നു. It could have short-circuited God's plan. Of course, the scriptures tells us that God prevented anything like that from taking place. എന്നാൽ അത്തരം ഒരു ദുരന്തം സംഭവിക്കുന്നതിൽ നിന്ന് ദൈവം രക്ഷിച്ചു. കാരണം അബ്രഹാമേ, നിന്നിൽ കൂടി ഉളവാകേണ്ടത് നിന്റെ സന്തതിയാണ്, അബീമേലേക്കിന്റെ സന്തതിയല്ല. It is my plan. You cannot short circuit my plan. You cannot derail my plan. ദൈവം അബ്രഹാമിനോട് കൊടുത്ത ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയെ ഡിറെയിൽഡ് ആക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ദൈവം സമ്മതിക്കാതെ ഇരുന്നത് ദൈവത്തിന്റെ മഹത്വം ഞാനും നിങ്ങളും അറിയാൻ വേണ്ടിയാണ്. Another problem is the fact that Abraham is the sole representative of God Almighty. 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. He is a prophet. അവനൊരു പ്രവാചകനാണ്, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. He has been commissioned to be a blessing to all the families on the earth. ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് അബ്രഹാം. Instead of being a blessing and a witness for God, Abraham's life could have been a hindrance to prevent Abimelech from coming to God. However, in spite of Abraham's sin, God spoke to Abimelech and dealt with him anyway.
അബീമേലെക്ക് അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടവനാണ്. എന്നാൽ അബ്രഹാം മൂലം അബീമേലെക്ക് ശപിക്കപ്പെട്ടവനായേനെ. എന്നാൽ അതിൽ നിന്ന് ദൈവം അബീമേലെക്കിനെയും വിടുവിച്ചു. Regardless of what we do, God's plan will be accomplished. My dear friends, regardless of what we do, God's plan will be accomplished. ഞാനും നിങ്ങളും എന്ത് തന്നെ ചെയ്താലും അത് കൂട്ടാക്കാതെ, അത് പരിഗണിക്കാതെ ദൈവം തന്റെ പദ്ധതിയെ നിറവേറ്റും. You cannot hinder God from doing his work. ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ദൈവത്തെ തടസ്സപ്പെടുത്തുവാൻ അബ്രഹാമിനോ അബീമേലെക്കിനോ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. You might miss out on the blessing of being a part of what he is doing, but God will accomplish his will in your life, my life, in your family, my family, in the church and in the world, whether we cooperate or not. ഞാനും നിങ്ങളും സഹകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം തന്റെ പദ്ധതി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സമൂഹ ജീവിതത്തിലും സഭാ ജീവിതത്തിലും നിറവേറ്റും. We cannot derail God's plan. ദൈവവിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ പോലും ദൈവം അത് സാധിച്ചെടുക്കും എന്നാണ് പറയുന്നത്. Did you know that Abraham's sin should have shamed Abraham? അബ്രഹാമിന്റെ പാപം അവനെ തന്നെ നാണം കെടുത്തി. അവന് തന്നെ അവനോട് നാണം തോന്നത്തക്കവണ്ണം അവന്റെ പാപം ആയിത്തീർന്നു. But there is no indication that he ever acknowledged it or repented of it. എന്നാൽ അവിടെ എങ്ങും എഴുതിയിട്ടില്ല അബ്രഹാം തന്റെ പാപത്തെ കുറിച്ച് ബോധം വന്നിട്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞതായി അവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. Much like many of us today, നമ്മളും ഇതുപോലെയല്ലേ? പാപത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? അബ്രഹാമിന് അങ്ങനെ വലിയ പാപബോധമൊന്നും ഉണ്ടായതായി അവർ റിപ്പന്റ് ചെയ്തതായി അവിടെ പറയുന്നു. നമ്മളും അങ്ങനെ തന്നെയാണോ? But think about this. Abraham's sin was used as testimony to the greatness of God. അബ്രഹാമിന്റെ പാപത്തെ പോലും ദൈവത്തിന് അനുകൂലമായ ഒരു സാക്ഷ്യമായി രൂപാന്തരപ്പെടുത്തി. Abimelech would have never known that God was a God of mercy. God was a God of grace, forgiveness, and restoration if that all saint had never fallen into sin. അബ്രഹാം പാപത്തിൽ വീണത് മൂലം അബീമേലെക്ക് ദൈവം കൃപയുള്ളവനാണെന്നും ദൈവം കരുണയുള്ളവനാണെന്നും ദൈവം ക്ഷമിക്കുന്നവനാണെന്നും പഠിച്ചു. God was able to demonstrate his power through forgiving and restoring Abraham by grace. ദൈവം തന്റെ ശക്തി തെളിയിച്ചത് അബ്രഹാമിന്റെ പാപം
ക്ഷമിച്ചതുകൊണ്ടാണ്. അബ്രഹാമിന്റെ പാപം ക്ഷമിച്ചുകൊണ്ടാണ് ദൈവം തന്റെ ശക്തി ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, ഇവിടെ പ്രകടിപ്പിച്ചത്. Again, there is a caution. This is not an excuse for sinning. പാപം ചെയ്യാനുള്ള ഒരു ന്യായമായി ഇതിനെ ആരും കാണരുത്. It is just a reminder that our sin will not stop from saving people. Our sin will not stop God from saving his people. ഞാനും നിങ്ങളും ചെയ്യുന്ന പാപം ജനത്തെ രക്ഷിക്കുന്നതിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കുന്നില്ല. People need to know that our God is a God who saves and keeps through grace, not works. ജനം എന്തറിയണം? നമ്മുടെ ദൈവം കൃപാലുവായ ദൈവമാണ്. അവൻ പാപങ്ങളെ കണക്കിടാത്തവനാണ്. അവൻ അകൃത്യങ്ങളെ ഓർമ്മ വയ്ക്കാത്തവനാണ്. ഇതാണ് അബ്രഹാമിനെ ദൈവം പഠിപ്പിക്കുന്ന പാഠം. ഇത് തന്നെയാണ് ഈ സന്ധിയിൽ ദൈവം നമ്മെ പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്ന പാഠം. നമ്മുടെ പാപം മൂലം അവൻ ജനത്തെ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല. ഞങ്ങൾ പട്ടക്കാർ തക്സായിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്റെ പാപം മൂലം നീ ഈ നിന്റെ ജനത്തോട് കരുണ നിഷേധിക്കരുതേ. ഞാൻ പാപം ചെയ്തുവെങ്കിൽ നിർദോഷികളായ ഈ നിന്റെ ജനം എന്തു ചെയ്തു? അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കുർബാന തക്സയിൽ. അതാണ് ഇവിടെ വെളിവാകുന്നത്. ദൈവം എന്താ ചെയ്യുന്നത്? Our sin will not stop God from saving people. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, ദൈവത്തോട് കൂടെ നടന്ന അബ്രഹാം ചെയ്ത തെറ്റ് അബീമേലെക്കിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് എനിക്കും നിങ്ങൾക്കും പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. പിന്നെ എന്താണ്? ദൈവം കൃപാലുവാണ്, ക്ഷമിക്കുന്നവനാണെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന, നമ്മളെ വിനയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. നാലാമത്തെയും അവസാനത്തെയും ഭാഗം. Sin wears the emperor's clothes. Sin wears the emperor's clothes. The emperor's new clothes is a literary folk tale written by Danish author Hans Christian Andersen about a vain emperor who gets exposed before his subjects. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള, എന്റെ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക്, നാട്ടിൽ പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ട് ഈ കഥ. രാജാവ് നഗ്നനാണ്. ഇതാണ് ആ കഥയുടെ ടൈറ്റിൽ. ഒരു രാജാവിന് വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ കിങ്കരന്മാർ അദ്ദേഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു വീവറുടെ അടുത്ത് ഏറ്റവും വിലപിടിപ്പുള്ള തുണി ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ആ തുണി മേടിക്കാനായിട്ടൊക്കെ പോകുന്ന കഥയാണ്. അവസാനം രാജാവ് ഈ സാങ്കല്പികമായ വസ്ത്രം ധരിച്ച് തെരുവിലൂടെ നടക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ എല്ലാവർക്കും അറിയാം ഇദ്ദേഹം തുണി ഉടുത്തിട്ടില്ല. പക്ഷെ അവരെല്ലാം പറയുകയാണ്, ഇതിനേക്കാൾ വിലപിടിപ്പുള്ള വസ്ത്രം എവിടെ കിട്ടാനാ? They were all praising the king, the emperor. ചക്രവർത്തിയെ പുകഴ്ത്തുകയാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, രാജാവ് നഗ്നനാണ്, രാജാവ് വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് ഒരു കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നതായിട്ട് അവിടെ കാണും. Sin is just like that. പാപം ഇതുപോലെയാണ്. It attempts to hide itself, but it never realizes that
its camouflage is flimsy and transparent. പാപം ഇതുപോലെയാണ്. അത് it attempts to hide itself. എപ്പോഴും ഇത് അതിൽ തന്നെ ഒളിപ്പിച്ച് നിർത്താൻ ശ്രമിക്കും. പാപം എപ്പോഴും പ്രച്ഛന്ന വേഷം കെട്ടും, ഫാൻസി ഡ്രസ് അണിയും. പക്ഷേ ഇതിന്റെ ഫലം വെരി ഫ്ലിംസി ആൻഡ് ട്രാൻസ്പെറന്റ്. ഇത് വളരെ ലോലമായ, കട്ടി കുറഞ്ഞ, സുതാര്യമായതാണ്. ഇൻഫാക്ട് everyone can see through it except the sinner. Everyone can see through it except the sinner. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. രാജാവ് ഒഴികെ എല്ലാവർക്കും അറിയാം രാജാവ് വസ്ത്രം ധരിച്ചിട്ടില്ല. പക്ഷേ രാജാവ് വസ്ത്രം, ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള ലക്ഷണത്തിലാണ് നടന്ന് മുൻപോട്ട് പോകുന്നത്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ പാപം ഒരിക്കലും നമ്മെ കണ്ടെത്തുകയില്ല. എന്നാൽ നാം ഒഴികെ ബാക്കി എല്ലാവർക്കും നമ്മുടെ പാപം അറിയാം, ദൈവത്തിനും അറിയാം. അതാണ് ഇവിടെ പറയുന്നത്. When Abraham is confronted by his sin, he does not repent, but instead he offers up excuses. പകരം അവൻ ഉപാധികൾ കണ്ടെത്തുകയാണ്, ന്യായം കണ്ടെത്തുകയാണ്. എന്തൊക്കെ ന്യായമാണ് അവൻ കണ്ടെത്തിയത്? He claimed that he had acted out of fear. അവൻ പറയുകയാണ്, ഞാൻ പേടികൊണ്ടാണ് ഈ പാപം ചെയ്തത്. He claimed that he had acted out of fear. Verse 11. But it was in fear that caused this terrible event. It was a lack of faith. എന്നാൽ ഭയം, വിശ്വാസമില്ലായ്മയാണ് അവനെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചത്. 2, he twisted the fact. 12-ാം വാക്യം, വേഴ്സ് 12. അവൻ എന്ത് ചെയ്തു? അവൻ ആ സത്യത്തെ ട്വിസ്റ്റ് ചെയ്തു. Sarah was his sister, but he was more than that. She was his wife. സേറ കണക്ക് പറയുമ്പോൾ അവന്റെ സഹോദരിയാണ്, എന്നാൽ അവൾ അതിനേക്കാൾ ഉപരി അവന്റെ ഭാര്യയാണ്. He twisted the fact. നമുക്ക് ഈ സോക്കേടുണ്ട്. Very often we twist. 3-ാമതായിട്ട്, he did behind his past failures. He hid behind his past failures. അവന്റെ പൂർവകാല പരാജയങ്ങളെ അവൻ മറച്ചു വെച്ചു. He tells the king that this is the way we have always done it. അവൻ രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. He hid behind his past failures. പൂർവകാല പരാജയങ്ങളെ അവൻ മറച്ചു വെച്ചു. Abraham's response to being confronted is to attempt to hide behind some very flimsy excuses. അവൻ വളരെ ലോലമായ ചില excuses ആണ് പറയുന്നത്. Like the emperor in the story, Abraham did not even realize that he was fully exposed. ഈ കഥയിലെ രാജാവിനെ പോലെ അബ്രഹാം അറിയുന്നില്ല അവൻ പൂർണ്ണമായും ദൈവം മുൻപാകെ നഗ്നനായി നിൽക്കുകയാണ്.
അബ്രഹാമിന് ദൈവത്തിന് വളരെ നന്നായി അറിയാം അബ്രഹാമിന്റെ പാപ സ്വഭാവം എല്ലാം. He was fully exposed. അവനെ പൂർണ്ണമായും തുറന്നു കാട്ടിയിരിക്കുമ്പോഴാണ് അബ്രഹാം ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. Dear friends, when we sin and are found out, we always try to make excuses behavior. നമ്മളൊരു തെറ്റ് ചെയ്തു അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അബ്രഹാമിനെ പോലെ നമ്മളും എന്ത് ചെയ്യും? We try to make excuses for our behavior. നമ്മുടെ പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഉപാധികൾ കണ്ടെത്തും. We will either blame someone else or we will blame the devil. We will either blame someone else or we will blame the devil. ഒന്നുകിൽ നമ്മൾ മറ്റുള്ളവരെ പഴിചാരും, ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇത് സാത്താന്റെ പണിയാണ്, ഇത് പിശാചിന്റെ പണിയാണ്. We may try to pretend that we didn't do anything wrong. ഞാൻ ഉൾപ്പെടെ നമ്മൾ കണ്ടെത്തും ഞാനൊന്നും ചെയ്തില്ല, ഇത് പിശാചിന്റെ പണിയാണ്, ഇത് ഇന്നാര് കാണിച്ച വേലയാണ്. We may plead ignorance. We may act like we see no wrong in our actions. There are 1,000 ways we can handle sin, but only one way will bring cleansing. ഞാൻ ഈ പഠനം അവസാനിപ്പിക്കുകയാണ്. There are 1,000 ways we can handle sin. പാപത്തെ നേരിടാൻ നമുക്കൊരു1000 വഴികൾ കണ്ടുപിടിക്കാൻ സാധിക്കും. But only one way will bring cleansing, restoration and the blessing of God. എന്നാൽ ഒരൊറ്റ മാർഗമേ നമ്മെ ശുദ്ധീകരിക്കുകയുള്ളൂ. പാപത്തെ ന്യായീകരിക്കാൻ 1000 വഴികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ പാപത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് ഒറ്റ മാർഗമേ ഉള്ളൂ. Restoration and the blessing of God. ദൈവത്തിന് മാത്രമേ നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ സാധിക്കൂ. എന്താണ് ആ വഴി? Sin must be confessed. Sin must be confessed. പാപം ഏറ്റുപറയപ്പെടണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ കുമ്പസാര പ്രാർത്ഥന വെച്ചിരിക്കുന്നു. കാരണം പാപം ഏറ്റുപറയാതെ ആർക്കും വിശുദ്ധ മേശയിൽ സംബന്ധിക്കാൻ സാധിക്കും. Cleansing is possible only when we confess our sin. ശുദ്ധീകരണം നടക്കുന്നത് എപ്പോഴാ? പാപമേറ്റ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. So my dear friends, what excuses are you hiding your behavior behind this evening? ഞാൻ ഈ സന്ധ്യയിൽ എന്റെ പാപ സ്വഭാവത്തെ മറയ്ക്കാൻ എന്തൊക്കെ എക്സ്ക്യൂസസ് ആണ് നിരത്തുന്നത്? നിങ്ങളുടെ പാപ സ്വഭാവത്തെ മറയ്ക്കുവാൻ എന്തൊക്കെ എക്സ്ക്യൂസസ് ആണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? Whether you know it or not,
everyone already sees it for what it is. You will never get past it until you can see it for yourself and deal with in God's way. നമ്മളുടെ പാപത്തെ കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ അറിയാം, ദൈവത്തിന് അതിലും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്ത് മാർഗമാണ് ഈ പാപത്തെ പരിഹരിക്കാൻ നമ്മൾ സ്വീകരിക്കും? മറ്റുള്ളവരെ പഴിചാരിയാലും പിശാചിനെ പഴിചാരിയാലും കാര്യമില്ല. നമ്മൾ നമ്മുടെ പാപത്തെ ഏറ്റുപറയാത്തിടത്തോളം നമുക്ക് പാപമോചനം ലഭിക്കുകയില്ല. അബ്രഹാമേ, നീ എന്റെ സ്നേഹിതനാണ്, നീ എന്റെ സ്നേഹിതനാണ്, പക്ഷേ നീ എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയി. എങ്കിലും നിന്റെ പാപത്തിന് ഒരിക്കലും എന്റെ കൃപയെ മറികടക്കുവാൻ സാധിക്കുകയില്ല. You cannot derail my plan. ഓർമ്മിക്കണമേ, sin doesn't have an expiration date. രക്ഷിക്കപ്പെട്ടത് തൊട്ട് പാപം എന്റെ അടുത്ത് വരത്തില്ല എന്ന് ആരും എക്സ്പിറേഷൻ ഡേറ്റ് എഴുതി വെച്ചേക്കല്ലേ. 100 വയസ്സുള്ള അബ്രഹാം, ദൈവത്തോട് കൂടെ നടന്നവൻ, ദൈവ വാഗ്ദാനം പലവട്ടം കേട്ടവൻ, പാപം ചെയ്തെങ്കിൽ ബലഹീനരായ നമ്മൾ എത്രയധികം. പാപത്തിന് കാലാവധി തീരുന്ന ഡേറ്റ് ഇല്ല. അതുകൊണ്ട് we must be cautious. Sin cannot overcome grace. Sin cannot derail God's plan. Sin wears the emperor's clothes. ഈ അധ്യായത്തിന്റെ പഠനം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ നമ്മെ സഹായിക്കുവാൻ വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കുന്നു. ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങൾ എല്ലാവരോടും ഉള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും ഏത് നിമിഷവും പാപത്തിൽ വീഴുവാൻ സാധ്യതയുള്ളവരുമാണല്ലോ. എത്രയോ പ്രാവശ്യം നിന്റെ വഴികളിൽ നിന്ന് മാറി ഞങ്ങൾ പാപത്തിന് അടിമപ്പെട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ പാപം കണക്കിടാതെ ഞങ്ങളെ മടക്കിക്കൊണ്ടുവന്ന ദൈവമാകയാൽ സ്തോത്രം. കേൾപ്പിച്ച ചിന്തകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുവാൻ സഹായിക്കണം. ശ്രദ്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ വാഴ്ത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ യേശുമിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇടവകയോടും ഇടവകയിലെ എല്ലാ ഭവനങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.